ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കോംബോ, മികച്ച കൂട്ടുകെട്ട്, അത് അർജൻറ്റീനയുടെ നമ്പർ 10-ഉം നമ്പർ 11-ഉമാണ്. അതെ, ലയണൽ ആൻഡ്രിയാസ് മെസ്സിയും ഏഞ്ചൽ ഫാബിയാൻ ഡീമറിയുമാണവർ. രണ്ടുപേരും അർജൻറ്റീനയിലെ റൊസാരിയോക്കാർ. അവിടെയാണ് അവർ ജനിച്ചത്. ഒരേ നാട്ടുകാർ, ഒരേ പ്രായക്കാർ. രണ്ടുപേരും 15 വർഷമായി ഒരുമിച്ച് തൻ്റെ രാജ്യത്തിനായി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഒരുമിച്ച് നേടിയത് അർജൻറ്റീനക്കായി ഒളിമ്പിക്സ് വിജയിച്ചു. കോപ്പ അമേരിക്ക 2 തവണ 2020-ലും 2024-ലും ജേതാക്കളായി. 2022 ഖത്തർ വേൾഡ് കപ്പ് അവർ അർജൻറ്റീനക്കായി നേടിക്കൊടുത്തു. ഫൈനലിസിമയിലും അവർ ചാമ്പ്യന്മാരായി. രാജ്യത്തിനായി എല്ലാ കിരീടങ്ങളും അവർക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു. അവർ ഒന്നിച്ച് കളത്തിലിറങ്ങിയാൽ കളിയുടെ ഗതി മാറുന്നത് നമ്മൾ പലതവണ കണ്ടതാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ട്, ഏറ്റവും മികച്ച കോംബോ, അതാണ് മെസ്സിയും മറിയയും. കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ അവർ രണ്ടുപേരും കളത്തിലിറങ്ങിയാൽ കളിയുടെ ഗതി മാറുന്നത് പലതവണ നമ്മൾ കണ്ടതാണ്. മെസ്സി കൂടുതൽ സ്വതന്ത്രനാകുന്നതും വരിഞ്ഞുമറുക്കിയ കെട്ടുകൾ അഴിയുന്നതും, ഒരു ഭാഗത്തുകൂടെ ഡീമറിയുടെ മുന്നേറ്റം മെസ്സി ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വളരെ അനായാസമായി ഡീമറിയെ പന്തെത്തിക്കുന്നതും, തിരിച്ചങ്ങോട്ടും വളരെ അനായാസമായി മെസ്സിയും ബോൾ എത്തിക്കുന്നതുമൊക്കെ നമ്മൾ ഫുട്ബോളിൽ പല തവണ കണ്ടതാണ്. ഇനി അത് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കോപ്പയോടുകൂടി ഡീമറിയ കളമൊഴിഞ്ഞിരിക്കുകയാണ്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ട് കളമൊഴിഞ്ഞതിൻ്റെ സങ്കടത്തിലാണ് ഫുട്ബോൾ ആരാധകർ. തൻ്റെ കൂട്ടുകാരനായി, ഏറ്റവും അടുത്ത കൂട്ടുകാരനായ ഡീമറിയയ്ക്ക് വേണ്ടി ആ കോപ്പ നേടണമെന്ന് ലയണൽ മെസ്സി തൻ്റെ സഹതാരങ്ങളോട് പറയുമ്പോൾ എത്രത്തോളം മെസ്സി ഡീമറിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഏറ്റവും മികച്ച മെസ്സിയുടെ കൂട്ടുകാരൻ അങ്ങനെ വിട പറഞ്ഞു. കുറച്ചു കഴിഞ്ഞാൽ ലയണൽ മെസ്സി എന്ന ഇതിഹാസവും ഫുട്ബോൾ ലോകം വിടും. കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.